ഇടപ്പള്ളിയിൽ നിന്ന് വെറും 4.6 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. സൗത്ത് കളമശ്ശേരിയിലുള്ള രാജഗിരി സ്കൂളിലേക്ക് വെറും 3.3 കിലോമീറ്ററും. നല്ലൊരു ലൊക്കേഷനിലാണ്. നിങ്ങൾക്ക് ഒരു ഇൻകം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീട്ടിലെ ഒരു ഫ്ലോറിൽ താമസിച്ചിട്ട് മറ്റേ ഫ്ലോറിൽ റെന്റിന് കൊടുക്കാവുന്ന നല്ലൊരു പർപ്പസോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ മഞ്ഞുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്കറിയാം, മഞ്ഞുമ്മൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, മഞ്ഞുമ്മൽ ചർച്ച്, ഇവിടേക്കൊക്കെ വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് 4.6 കിലോമീറ്റർ. കളക്ടറേറ്റ് കാക്കനാട് നോക്കുവാണെങ്കിൽ 9 കിലോമീറ്റർ ആണ്. ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും. സൗത്ത് കളമശ്ശേരിയിലുള്ള രാജഗിരി സ്കൂളിലേക്ക് വെറും 3.3 കിലോമീറ്റർ. ആലുവ ഭാഗത്തേക്ക് 11, എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3.75 ആണ് ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് വരുന്നത്. 1700 സ്ക്വയർ ഫീറ്റില് താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 2 ബെഡ്റൂമുകളും ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് വീതിയുള്ളതാണ്. നിങ്ങൾക്ക് മുകളിലും താഴെയും സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കാനും നല്ലൊരു റെന്റൽ ഇൻകം കിട്ടാനും ഒക്കെ സാധ്യതയുള്ള ഒരു വീടാണ്. ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളും ഭംഗിയുള്ള ഗ്ലാസുകളും ഒക്കെ കൊടുത്ത് നമുക്ക് വലിയ ഇഷ്ടം തോന്നുന്ന ഒരു മോഡൽ തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. മതിൽ നമുക്ക് എടുത്തു പറയാനൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മുടെ നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാറിനും വീട്ടിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ട് റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ രണ്ടാമതൊരു കാറിനും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വെള്ളത്തിലായിട്ട് നോക്കുവാണെങ്കിൽ കിണറുണ്ട്. അതുകൂടാതെ KW ആണ് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നേരെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടൈല് തന്നെയാണ്. ഏരിയ വളരെ സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബിന്നോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ നല്ലൊരു സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. ചെടിച്ചട്ടികളൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് ഏരിയ വരുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വർക്ക് ഏരിയ ആണ് കാണാൻ പറ്റുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയാലും ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് ടൈലുകൾ തന്നെയാണ് ഫ്ലോറിൽ ഇട്ടിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഈ ഒരു വീട്ടില് താഴെ വരുന്നത് 2 ബെഡ്റൂമും ഹാളും കിച്ചണുമാണ്. സെയിം തന്നെയാണ് മുകളിലും 2 ബെഡ്റൂമും ഹാളും കിച്ചണും കിട്ടുന്നത്. നമുക്ക് 2 ഫാമിലിക്കായിട്ട് താമസിക്കാനും റെന്റ് ഔട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന പർപ്പസിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. എന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു ഡോറ് വെസ്റ്റ് ഫേസിംഗ് ആണ്. ഈ കാണുന്ന ഡോറ് നോർത്ത് ഫേസിംഗും ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് താമസിക്കുന്ന ആളുകൾക്ക് ഇത് വഴി എൻ്റർ ചെയ്യാം. മുകളിൽ താമസിക്കുന്നവർക്ക് ഈ ഒരു വഴി യൂസ് ചെയ്യാവുന്നതാണ്. താഴത്തെ ഫ്ലോറിലേക്കുള്ള ആ ഒരു ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. വലിയൊരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ മെയിൻ ഡോറ് കണ്ടു. മെയിൻ ഡോറ് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ അതിന്റെ അടുത്തായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കി നമുക്ക് ലിവിംഗിന്റെ ഭാഗത്ത് 3 വിൻഡോസും ഡൈനിങ്ങിന്റെ ഹാളിൽ ഈ ഒരു ഭാഗത്ത് 4 വിൻഡോസുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന് TV വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്താണ് ചെറിയ അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. പവർ പ്ലഗ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്താണ്. താഴെ നമുക്ക് കബോർഡുകളും കിട്ടുന്നുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഭംഗിയുള്ള ഡിസൈനിലാണ് ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് ലിവിംഗിലും ഡൈനിങ്ങിലും നമുക്ക് ഓരോ ഫാൻ ഫിറ്റിംഗ് കൂടി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഈ ഒരു ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും ഗ്രാനൈറ്റ് ആണ് വരുന്നത്. താഴെ കബോർഡുകളൊക്കെ കൊടുത്തിട്ട് വാഷ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ നോക്കുമ്പോൾ ഈ ഹാൾ ഒറ്റ സ്ട്രെച്ചിൽ വരുമ്പോൾ ഇവിടെ കിച്ചൺ ആണ് കിട്ടുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. നമുക്ക് ഇവിടുത്തെ കിച്ചന്റെ ആണെങ്കിലും ബാക്കിയുള്ള ബെഡ്റൂമുകളിലേക്ക് ഡോറുകൾ നോക്കുവാണെങ്കിൽ എല്ലാം ഇതേ കളറിലും ഭംഗിയുള്ള ഒരു കളറിലാണ്. വൈറ്റ് കളറിൽ ഈ ഒരു കോമ്പിനേഷൻ കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കിച്ചൺ അത്യാവശ്യം സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ ടൈലുകളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ്. നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് മാനേജ് ചെയ്യാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ആയിട്ടാണ് ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസും സിങ്കും പൈപ്പ് കണക്ഷനും ഒക്കെ അവിടെയാണ്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയയുടെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാലും കംപ്ലീറ്റ് ആയിട്ട് കൗണ്ടർ ടോപ്പുകൾ വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും 2 സൈഡിലും ഡോർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് മുകളിലൊക്കെ കവർ ചെയ്തിട്ട് സേഫ് ആയിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ആദ്യത്തെ ബെഡ്റൂം നമുക്കൊന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എല്ലാ ഭാഗത്തും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ഡിസൈനും ലൈറ്റ് ഫിറ്റിങ്ങും ഫാൻ ഫിറ്റിങ്ങും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
അത്യാവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമും നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്. റൂഫിലും ചെറിയൊരു ഡിസൈനും ലൈറ്റ് ഫിറ്റിങ്ങും ഫാൻ ഫിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾ നമ്മൾ കണ്ടില്ല, വൈറ്റ് കളറിൽ ചെറിയൊരു ഗ്രേ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ്. സെയിം ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ചെറിയതാണ്. ഈ ഒരു ബാത്റൂമും സൗകര്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ഈ ഒരു വീടിന്റെ ലിവിംഗ് സ്പേസിന്റെ ആ ഒരു എൻട്രൻസിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു വീട് റെന്റ് ഔട്ട് ചെയ്യാൻ താല്പര്യമില്ല, നമുക്ക് മാത്രമാണ് താമസിക്കുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ അകത്തൂടെ ഒരു ഇന്റേണൽ ഡോർ വരുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റെയർ കേസ് വഴി നമുക്ക് നേരെ മുകളിലേക്ക് പോകാവുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് റെന്റ് ഔട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് ഡോറ് കാണാം. പുറത്ത് നമ്മൾ മുകളിൽ സെപ്പറേറ്റ് ആയിട്ട് റെന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡോർ തുറന്ന് അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു ഹൈറ്റിലാണ് ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി മുകളിലേക്ക് പോയി നോക്കാം, മുകളിൽ എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കാം. നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടാതെ ഇതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തൂടെ വരുന്നുണ്ട്. ടെറസിലേക്ക് പോകേണ്ട ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു സ്റ്റെയർ കേസ് വഴി നമുക്ക് മുകളിലെ ടെറസിലേക്ക് പോകാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മളിപ്പോ നേരെ നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാവുന്ന രണ്ടാമത്തെ ഫ്ലോറിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ വലിയൊരു ഹാളാണ്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡോർ കിട്ടുന്നുണ്ട്. ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. റൂഫിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ട് ഗ്ലാസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പരിചയപ്പെടാനില്ല. താഴെ നിങ്ങൾ കണ്ടതിന്റെ സെയിം തന്നെയാണ് മുകളിലും ചെയ്തിരിക്കുന്നത്. വലിയൊരു ഹാൾ ലിവിംഗ് കം ഡൈനിങ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ ആദ്യത്തെ ആ ഒരു ബെഡ്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അതിനകത്ത് വാർഡ്രോബും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് വരുന്നത്. നിങ്ങളുടെ വാഷ് ഏരിയ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ്. സെയിം മോഡലും അതേപോലെ തന്നെയാണ്, അതേ ഏരിയ തന്നെ ഡിറ്റുമായിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വാർഡ്രോബ് കാര്യങ്ങൾ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ കിച്ചണും കിട്ടുന്നുണ്ട്. ഇതേ പൊസിഷനിൽ തന്നെയാണ്, താഴത്തെ അതേ പൊസിഷനിൽ തന്നെയാണ് കിച്ചണും ഇവിടെ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഈ ഒരു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ താഴെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു വർക്ക് ഏരിയ ആണ്. അതിന് പകരം ഇവിടെ ഒരു ബാൽക്കണി ആണെന്നൊരു ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ മഞ്ഞുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മഞ്ഞുമ്മൽ പള്ളി എല്ലാവർക്കും അറിയാം, ഫേമസ് ആണ്. അതുപോലെ തന്നെ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, അവിടെ നിന്നൊക്കെ വെറും 1.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് അമൃത ഹോസ്പിറ്റൽ, ഇടപ്പള്ളി ലുലു ഭാഗത്തേക്കൊക്കെ വെറും 4.6 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കളക്ടറേറ്റ് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കൊക്കെ ഏകദേശം 10 കിലോമീറ്റർ ആണ്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. എടുത്തു പറയുന്നത് സൗത്ത് കളമശ്ശേരിയിലുള്ള രാജഗിരി സ്കൂൾ, അവിടേക്കുള്ള ആക്സസബിലിറ്റി ചോദിച്ച് ഒരുപാട് പേര് അടുത്ത് വീടുകളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. രാജഗിരി സ്കൂളിലേക്ക് വെറും 3.3 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾക്ക് താഴെ അല്ലെങ്കിൽ മുകളിൽ താമസിക്കുന്നതിനോടൊപ്പം ഒരു റെന്റ് കൂടെ, ഒരു ഇൻകം കൂടെ കിട്ടുന്ന രീതിയിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് മുകളിലും താഴെയും 2 ബെഡ്റൂമുകളും കിച്ചണും ഒക്കെ ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3.75 ആണ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് 1700. മുകളിൽ 2 ബെഡ്റൂമുകളും താഴെ 2 ബെഡ്റൂമുകളും സെപ്പറേറ്റ് കിച്ചൺ, 2 ഫാമിലിക്ക് റെന്റ് ഔട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,10,00,000 രൂപയാണ്. 1.10 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളത് നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വീടുകൾ വരുന്നത് കുറവാണ്. നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉള്ളതാണ് മുകളിലും താഴെയും സെപ്പറേറ്റ് റെന്റ് ഔട്ട് ചെയ്യാവുന്ന വീടുകൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ഡിലേ വെക്കേണ്ട, എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.